വർഷങ്ങൾക്ക് ശേഷം സിനിമ, വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഒരുമിച്ചുള്ള സദ്യ. വിഷുവിന് ഓണത്തിനല്ലേ? കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സദ്യ. ലൊക്കേഷൻ ഷൂട്ടിങ്ങിനായിരുന്നു. അവിടെ ഞാൻ വന്നത്. അത് ഞാൻ ഇടയ്ക്കൊരു പടം എഴുതിയായിരുന്നു, കോപ്പങ്കിൾ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സംഭവിച്ചോ? ഇടയ്ക്കൊരു പടം എഴുതി. അത് ഷൂട്ട് ചെയ്ത് അതിന്റെ വീഡിയോ എടുത്തിട്ട് ഷൂട്ട് ചെയ്തു കസേര കളിയൊക്കെ. അപ്പൊ അത് കണ്ടിട്ട് ഏട്ടൻ വിളിച്ചിട്ട് തടി കുറഞ്ഞില്ലല്ലോ എന്ന് വിളിച്ച് പ്രശ്നമായി. അങ്ങനെ എന്നെ പടത്തിൽ നിന്ന് മാറ്റാനിരുന്നതാ ഈ വീഡിയോ കാരണം. ഞാൻ ഈ വിഷു എപ്പോഴും ലൊക്കേഷനൊക്കെ ആയിരിക്കും. നിങ്ങളൊക്കെ അപൂർവമായിട്ടായിരിക്കും വിഷു ഓണത്തിനൊക്കെ വീട്ടിലെത്തുന്ന അല്ലേ? ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ ആയിരിക്കില്ലേ? ഇതിപ്പോൾ ഈ ഒരു സിനിമയുടെ വിജയവും നാട്ടിലുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒത്തുകൂടാൻ പറ്റിയ കഴിഞ്ഞ മുമ്പത്തെ വർഷമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഈ വിഷുവിനാണ് എത്തിയിരുന്നത് അല്ലേ? കൈനീട്ടം തന്നോ അച്ഛൻ? വിഷു കൈനീട്ടം തന്നോ? എടുത്തു വെച്ചിട്ടുണ്ടോ? എനിക്ക് തരുമോ? എനിക്ക് വിഷു കൈനീട്ടം തരുമോ? എന്റെ മകനാണ്. കൈനീട്ടം ആർക്കും കൊടുക്കാമല്ലോ. എനിക്ക് വിഷു കൈനീട്ടം തരുമ്പോ ഞാൻ എന്റെ പെരുന്നാൾപ്പടി ഒന്ന് വരും. എന്റെ പെരുന്നാൾ കഴിഞ്ഞ ദിവസമല്ലായിരുന്നു. അപ്പൊ നമ്മളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ അല്ലേ? ഓ അത് കറക്റ്റ് മനസ്സിലല്ല പറയണത്. ഇന്നലെ സിനിമ കണ്ടിട്ട് ഓക്കെ അല്ലേ? രാത്രി ആ സിനിമയെ കുറിച്ച് ചിന്തിച്ചോ? കാണണ്ടിയൊന്നുമില്ലാന്ന് ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചോ? ഇല്ല. ഈ ഓരോ സിനിമകൾ കഴിയുമ്പോഴേ ശ്രീചേട്ടന്റെ കാലത്ത് ഓരോ സിനിമകൾ കഴിയുമ്പോൾ അടുത്ത സിനിമയിലേക്ക് ഒരു തയ്യാറെടുപ്പുണ്ടല്ലോ. സ്ക്രിപ്റ്റിനാണെങ്കിൽ തയ്യാറെടുപ്പുണ്ടായിരുന്നല്ലോ. നിങ്ങൾ പെട്ടെന്ന് സ്ക്രിപ്റ്റ് ഒരു വർഷത്തിന് 3-4 സ്ക്രിപ്റ്റുകൾ എഴുതും അല്ലേ? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് നടക്കുന്നില്ല. അതെങ്ങനെയായിരിക്കും? അതിന്റെ ഒരു യാത്ര എങ്ങനെയായിരുന്നു ശ്രീചേട്ടാ? പ്രധാനമായിട്ട് പിന്നെ നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു ഏരിയയിലുള്ള കഥയാണ്. നമ്മൾക്ക് ചിരപരിചിതമായിട്ടുള്ള ഏരിയയിൽ ആയിരിക്കും നമ്മുടെ കഥകൾ നമ്മൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരാൾ നമ്മളിപ്പോൾ ചിന്തിക്കുന്ന സത്യത്തിൽ നമ്മളെപ്പോലെ തന്നെ കിളൻ ചുറ്റുപാടിൽ വളർന്നവരാണ്. പുള്ളിക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും, പുള്ളി പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവും. അപ്പം ഓരോ രംഗങ്ങളും പെട്ടെന്ന് ഉണ്ടാവും. നമ്മൾ അപ്പോൾ TP ബാലഗോപാലിൻ്റെ എം എന്ന് പറയുന്ന സിനിമയുടെ കഥ ഒറ്റ രാത്രിയാണ് ഉണ്ടായത്. ആ വർഷം നല്ല സിനിമകളിൽ ഒന്നായി മാറിയ സിനിമയാണത്. മോഹൻലാലിന് ആദ്യമായിട്ട് ബെസ്റ്റ് ആക്ടർ കിട്ടുന്നത് TP ബാലഗോപാലിനാണ്. അതെ. ആ കഥ ഒരു ദിവസം ന്യൂ വുഡ്ലാൻഡ്സ് ചെന്നൈയിൽ ഹോട്ടലുണ്ട്. ഹോട്ടലില് ഒരു സിംഗിൾ റൂമിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതാണ് സത്യനായിട്ടുള്ള ആദ്യ പടം. ഞാൻ ചെന്നൈയിലെത്തിയപ്പോൾ പുള്ളിയോട് പറഞ്ഞിങ്ങനെ നമുക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം, അത് അടുത്ത ജീവിത സന്ദർഭങ്ങൾ ആയിട്ടുള്ള കഥയായിരിക്കും നമുക്ക് എളുപ്പമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സത്യനോട് പറഞ്ഞു, ഞാനൊരു പിന്നെ
നല്ല എഴുത്തുകാരൊന്നുമല്ല, എനിക്ക് പരിചയമൊന്നുമില്ല എഴുതിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ ഫുൾ ടൈം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഉണ്ടാവും, ഞാൻ ഉണ്ടാവുന്നത്. ടി.കെ. ബാലചന്ദ്രനാണ് പ്രൊഡ്യൂസർ. അന്നത്തെ ഒരു പ്രൊഡ്യൂസറാണ് ടി.കെ. ബാലചന്ദ്രൻ. നടനും കൂടിയാണ്. നാരദനായിട്ടൊക്കെ പല സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. നാരായണ എന്നൊക്കെ പറഞ്ഞിട്ട് ടി.കെ. ബാലചന്ദ്രൻ. ടി.കെ. ബീസ് എന്നാണ് പ്രൊഡക്ഷൻ്റെ പേര്. അപ്പം സത്യൻ 2 പടങ്ങളുടെ എഡിറ്റിങ്ങും പിന്നെ ഡബിങ് തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ഫുൾ തിരക്കിലാണ്. എന്നോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാതെ പുള്ളി അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്നെ കൊണ്ട് ആലോചിക്കുന്ന രീതിയിൽ കുറെ കാര്യങ്ങൾ ആലോചിച്ചതല്ലാതെ എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഒന്നും ശരിക്ക് മുന്നോട്ട് പോകുന്നില്ല. എൻ്റെ സംശയങ്ങൾ ചോദിക്കാൻ സത്യന് കിട്ടുന്നില്ല. പുള്ളി ആ വർക്കിൻ്റെതറിയാം. ഒരു ദിവസം രാത്രി ഞാൻ വാതിലടച്ച് പുള്ളി കയറി വന്നപ്പോൾ ഇനി നിങ്ങൾ ഇവിടുന്ന് കഥ ശരിയാവാതെ എങ്ങോട്ടും പോകില്ല എന്ന് പറഞ്ഞു. ഒറ്റ രാത്രി കൊണ്ടല്ലേ? ആ ഒറ്റ രാത്രി. ഇത് 86 അല്ലേ? ആണോ? കാരണം ആ വർഷം ആണ് അച്ഛൻ ഏറ്റവും കൂടുതൽ കഥ എഴുതിയിട്ടുള്ളത്. ആ വർഷം എനിക്ക് തോന്നുന്നു ആ വർഷം 86 ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്, മഴ പെയ്യുന്ന മദ്ദളം കൊട്ടുന്നു, ഒരു കഥ വരുന്നു ഉണക്കഥ, ഹലോ മൈ ഡിയർ റോങ് നമ്പർ, ദൂരെ ദൂരെ ഒരു കൂട് കൂട്ടാം, സന്മനസ്സുള്ള സമാധാനം, ടി.പി. ബാലഗോപാലൻ. ഒറ്റ വർഷം 1, 2, 3, 4, 5, 6, 7, 9 പടം, 10 പടം. എല്ലാം സ്ക്രിപ്റ്റും ഉണ്ടല്ലോ ഇല്ലേ? 86 10 പടം എഴുതിയിട്ടുണ്ട്. ഒരു മാസം ഒരെണ്ണം വെച്ച് 10 മാസം 12 മാസം. അപ്പൊ ഇത് ഇറങ്ങുക എഴുതുക അങ്ങനെയായിരുന്നു. അന്നേരം വീട് എടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ സത്യമായിട്ട് എപ്പോഴും പറയുന്ന കാര്യം എന്താ പറഞ്ഞാൽ, ശ്രീനിനെ കൊണ്ട് സ്ഥലം എടുപ്പിക്കണം, എന്നാ പിന്നെ ശ്രീനി വേഗം എഴുതുന്നു. പൈസക്ക് ബുദ്ധിമുട്ടുള്ള ഇല്ലേ? എന്തെങ്കിലും എന്നാ പിന്നെ വീട് വെക്കുന്നുണ്ട്, പൈസക്ക് ബുദ്ധിമുട്ടുള്ള അതുകൊണ്ടാണ് അങ്ങനെ ഇരുന്ന് എഴുതിയത്. അന്നേരല്ല പറയാറുണ്ട്. ഓക്സിജനിൽ ഏപ്രിൽ 10 വരെ എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. ഉടൻ ഷോറൂം വിസിറ്റ് ചെയ്യൂ. ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്.